സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഡോക്ടർക്ക് 4 കോടി രൂപ നഷ്ടമായി. 21 തവണയായിട്ടാണ് പണം കൈമാറ്റം ചെയ്തത്. ബജാജ് ആപ്പിലൂടെ ഷെയർ മാർക്കറ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാം എന്ന വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്. 4 കോടി രൂപ വാങ്ങിയ ശേഷം പ്ലേ സ്റ്റോറിൽ ആപ്പ് നീക്കം ചെയ്തു. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചെന്നു. ശ്യാം, 21 തവണയായി ഒരു ഡോക്ടർ തന്നെ തട്ടിപ്പിന് വിധേയനാകുന്നു, അത് 4 കോടി രൂപ. കുറച്ച് കടുപ്പമാണ് ശ്യാം. അശ്വി, തീർച്ചയായും എത്ര ബോധവൽക്കരണം നടത്തിയാലും തട്ടിപ്പിന് ഇരയാകുമെന്ന് കരുതിയിരിക്കുന്നവർ ഇങ്ങനെ തട്ടിപ്പുകാരുടെ കയ്യിൽ തന്നെ ചെല്ലുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്. ഷെയർ മാർക്കറ്റിലൂടെ പണം ഇരട്ടിപ്പിക്കാം എന്ന വാഗ്ദാനമാണ് ഓൺലൈനിലൂടെ ലഭിച്ചത്. 21 തവണയായിട്ടാണ് ഈ ഡോക്ടർ, അതൊരു ന്യൂറോ സർജനാണ് ഡോക്ടർ, അദ്ദേഹം ഈ പണം കൈമാറ്റം ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഡിസംബർ 4-ന് 5 ലക്ഷം രൂപ കൂടി അയച്ചു കൊടുത്തു. ഈ ഡോക്ടർ തന്നെ പോലീസിനോട് പറഞ്ഞത് ഇത് തട്ടിപ്പാണ് എന്ന് എനിക്ക് പലതവണ സംശയം തോന്നിയിരുന്നു, പക്ഷെ അപ്പോഴൊക്കെ അവർ എന്റെ സംശയങ്ങൾ മാറ്റി തന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അക്കൗണ്ടും പണം നൽകിയ ആളെയും ഒന്നുമില്ലാത്ത രീതിയിൽ പണവുമായി പോയിരുന്നു. 4 കോടി 5 ലക്ഷം രൂപയിലധികമാണ് ഡോക്ടർക്ക് നഷ്ടമായിരിക്കുന്നത്. ആ ആപ്പും തട്ടിപ്പുകാർ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പുകളുടെ ഒരു തലസ്ഥാനമായി കൊച്ചി മാറുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു കേസ് കൂടി വരുമ്പോൾ വ്യക്തമാകുന്നത്. ഹാഷ്മി, എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 4 കോടി എന്ന് പറഞ്ഞാൽ അടുത്ത കാലം നമ്മൾ കേട്ട ഏറ്റവും വലിയ ഡിജിറ്റൽ തട്ടിപ്പുള്ള ഒരു തട്ടിപ്പാണ്. അത് ഒരു ഡോക്ടറാണ്, വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉണ്ട്. നമ്മൾ കരുതുന്ന ആൾക്കാർ തന്നെ ഇത്തരം തട്ടിപ്പുകൾ 21 തവണയായി അടുപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് സംശയം തോന്നുന്നില്ല എങ്കിൽ ഈ പറയുന്ന ബോധവൽക്കരണവും ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ എന്തിനാണ് എന്ന കാര്യം ഓർത്ത് സങ്കടം തോന്നുന്നു.